Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്ററിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. എല്ലാ ആഴ്ചയിലും നമ്മൾ സ്റ്റാർട്ടിംഗ് ക്ലാസ്സുകൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ് ഇട്ടിട്ടില്ല, സമയം കിട്ടിയില്ല, കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് സമയം കിട്ടിയില്ല, സ്വല്പം തിരക്കായിരുന്നു, അതുകൊണ്ടാണ്. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വീണ്ടും കറണ്ട് അഫയേഴ്സിലേക്ക് പോകണം. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ട 5 കറണ്ട് അഫയേഴ്സുകളും ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മളിന്ന് ക്ലാസ്സിൽ വയ്ക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് ഏതാണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഓർത്ത് വയ്ക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് 2022 നവംബർ 18 ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് 2022 നവംബർ 18 ലോഞ്ച് ചെയ്തു. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായിട്ടുള്ള സ്കൈറൂട്ട് സ്പേസിൻ്റെ ഹൈദരാബാദിലെ ഒരു സ്വകാര്യ സ്റ്റാർട്ടപ്പാണ്, സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പായിട്ടുള്ള സ്കൈറൂട്ട് സ്പേസ് എന്ന കമ്പനിയാണ് ആദ്യമായിട്ട് ഒരു റോക്കറ്റ് സ്വകാര്യ കമ്പനി വിക്ഷേപിക്കുന്നത്. റോക്കറ്റിൻ്റെ പേര് വിക്രം എസ് എന്നാണ് പറയുന്നത്. എന്താണ് വിക്രം എസ് ആണ്? ഓർമ്മിക്കുക, നമ്മുടെ വിക്രം സാരാഭായുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ പേരാണ് അവർ കൊടുത്തിരിക്കുന്നത്. വിക്രം എസ് എന്നാണ് പേര് കൊടുത്തിരുന്നത്. ഇനി ഇവരുടെ ആദ്യത്തെ സൗരഭമായതുകൊണ്ട് ഇതിന് കൊടുത്ത പേര് പ്രാരംഭ എന്നാണ് അവർ പേര് കൊടുത്തത്. ഈ ആദ്യത്തെ ദൗത്യത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് പ്രാരംഭ എന്നാണ്. അപ്പം മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ റോക്കറ്റിന് വിക്രം എസ് എന്നാണ്. ഓർമ്മിക്കുക, വിക്രം എസ് എന്നാണ് അവരുടെ ആദ്യത്തെ ദൗത്യമാണ്. ആദ്യത്തെ ദൗത്യത്തിന് കൊടുക്കുന്ന പേര് പ്രാരംഭ എന്നാണ് ദൗത്യത്തിൻ്റെ പേര്. ഓർമ്മിക്കുക, ഹൈദരാബാദിലെ സ്കൈറൂട്ട് സ്പേസ് എന്ന ബഹിരാകാശ സ്വകാര്യ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഈ റോക്കറ്റ് നിർമ്മിച്ചുള്ള. ഓർമ്മിക്കുക, 2022 നവംബർ 18 ഈ റോക്കറ്റ് വിക്ഷേപിച്ചെന്ന് ഓർമ്മിക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സ്പോർട്സ് മേഖലയിൽ നിന്നൊരു ചോദ്യമാണ്. 2022 അർജുന അവാർഡ് കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ്? 2022 അർജുന അവാർഡ് കിട്ടിയ മലയാളികൾ ആരൊക്കെയാണ്? ഓർത്ത് വയ്ക്കുക, അർജുന അവാർഡ് 2022 കിട്ടിയ ഒന്ന് HS പ്രണോയിയാണ്. നമുക്കറിയാം, ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള HS പ്രണോയിക്കാണ് ഒന്ന് അർജുന അവാർഡ് കിട്ടിയത്. രണ്ടാമത് കിട്ടിയ എൽദോസ് പോളിയാണ്. നമുക്കറിയാം എൽദോസ് പോൾ അറിയാം, ട്രിപ്പിൾ ജമ്പ് അറിയാം, എൽദോസ് പോൾ ട്രിപ്പിൾ ജമ്പ്. ഇങ്ങനെ 2 മലയാളികൾക്കാണ് 2022 അർജുന അവാർഡ് ലഭിച്ചത്. മറക്കണ്ട, അർജുന അവാർഡ് 2022 ലഭിച്ച മലയാളികൾ എന്ന് പറയുന്നത് ഒന്ന് HS പ്രണോയ് ബാഡ്മിൻ്റൺ, അതോടൊപ്പം ഒന്ന് എൽദോസ് പോളി ട്രിപ്പിൾ ജമ്പ്. 2 ആളുകളാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അർജുന അവാർഡ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അർജുന അവാർഡ് ഇന്ത്യൻ കായിക മേഖലയിൽ വളരെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് നൽകുന്ന അവാർഡാണ് ഇത്, അർജുന അവാർഡ്. 1961 അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. 1961 അർജുന അവാർഡ് നൽകി തുടങ്ങിയത്. 15 ലക്ഷം രൂപയാണ് അർജുന അവാർഡിൻ്റെ തുക. 15 ലക്ഷം. ഇനീഷ്യലി അത് 5 ലക്ഷമായിരുന്നു, സ്റ്റാർട്ടിങ്ങിൽ 5 ലക്ഷമായിരുന്നു. ഇപ്പോൾ 15 ലക്ഷം രൂപയാണ് നമ്മുടെ അർജുന അവാർഡിൻ്റെ തുക. മറക്കരുത്, 15 ലക്ഷമാണ്. അർജുന അവാർഡ് ആരംഭിച്ചത് 1961 അർജുന അവാർഡ് ആരംഭിച്ചത്. ഇനി അർജുന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി ആരാണ്? അർജുന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി C ബാലകൃഷ്ണനാണ്. നമുക്കറിയാം, നമ്മുടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ മലയാളി, എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരായിട്ടുള്ള 9 ആളടങ്ങുന്ന ആ ഗ്രൂപ്പിലെ മലയാളിയായിരുന്നു C ബാലകൃഷ്ണൻ. ആ പർവ്വതരോഹകനായിട്ടുള്ള എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യത്തെ മലയാളിയായ C ബാലകൃഷ്ണനാണ് ഈ അർജുന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി. KC ഏലമ്മയാണ് അർജുന അവാർഡ് കിട്ടുന്ന ആദ്യത്തെ മലയാളി വനിത എന്നും കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കില്ല? അപ്പോൾ അർജുന അവാർഡ് ആരംഭിച്ചത് 1961 ഓർത്ത് വയ്ക്കുക. കായിക രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിച്ചവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡാണ് അർജുന അവാർഡ്. 1961 ആരംഭിച്ചത്. പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ 15 ലക്ഷം രൂപയാണ്. കിട്ടുന്ന ആദ്യത്തെ മലയാളി C ബാലകൃഷ്ണൻ, ആദ്യത്തെ മലയാളി വനിത KC ഏലമ്മ. 2022 കിട്ടിയവരാരൊക്കെയാണ്? HS പ്രണോയ് ആൻഡ് എൽദോസ് പോൾ എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്നത് ആരുടെ ആത്മകഥയാണ് സ്പെയർ എന്നറിയുന്നത്? ആരുടെ ആത്മകഥയാണ് സ്പെയർ? ഒരു വളരെ ചെറിയ ചോദ്യമാണ്. ഈ റീസൺലി ചില ബുക്കുകളൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബുക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന കാറ്റഗറി ഉണ്ടാവുന്നത്. ഓർത്തിക്കുക, സ്പെയർ എന്ന ആത്മകഥ എന്ന് പറയുന്നത് ആത്മകഥ എഴുതിയിട്ടുള്ളത് സ്പെയർ എന്ന ആത്മകഥ എഴുതിയുള്ളത് നമ്മുടെ ബ്രിട്ടീഷ് രാജകുമാരനായ ഹാരി രാജകുമാരനാണ്. ആരാണ്? ബ്രിട്ടീഷ് രാജകുമാരനായ ഹാരി രാജകുമാരനാണ് സ്പെയർ എന്ന ആത്മകഥ. നമുക്കറിയാം, ചാൾസ് 3 രാജാവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡയന, മരിച്ചുപോയ ഡയന രാജകുമാരിയുടെയും ഇളയ മകനായ ഹാരിയുടെ ആത്മകഥയാണ് സ്പെയർ എന്നറിയപ്പെടുന്നത്. ഓർമ്മിക്കുക, ഹാരിയും അദ്ദേഹത്തിൻ്റെ വൈഫും മേഗനും ഇപ്പോൾ ബ്രിട്ടനിലെ എല്ലാ രാജപദവികളും അവർ ഉപേക്ഷിച്ച് അവരിപ്പോൾ കാലിഫോർണിയയിലാണ് കുറച്ച് കാലമായിട്ട്. 2020 ശേഷം അവർ കാലിഫോർണിയയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഹാരി രാജകുമാരൻ എഴുതിയ കൃതിയാണ് സ്പെയർ എന്ന ആത്മകഥ. ക്ലിയർ ആയിരിക്കുമല്ലോ? അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ദെൻ നാലാമത്തെ ചോദ്യം ഓർമ്മിക്കുക, ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ആരാണ്? നമുക്കറിയാം, ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ ഉണ്ട്
വെങ്കിട്ട രമണിയാണ്. ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ് ഇന്ത്യയുടെ പുതിയ അറ്റോർണി ജനറൽ. ഇനി അറ്റോർണി ജനറൽ എന്ന പോസ്റ്റ് അറിയാലോ നമുക്ക്. ഇന്ത്യയിലെ ഹയസ്റ്റ് ലീഗൽ ഓഫീസർ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലീഗൽ ഓഫീസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 76 നമ്മുടെ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 76 1950 1950 ജനുവരി 28 1950 ജനുവരി 28 നമ്മൾ അറ്റോർണി ജനറൽ പോസ്റ്റ് വരുന്നതെന്ന് ഓർത്തിക്കുക. ആദ്യത്തെ അറ്റോർണി ജനറൽ എന്നത് സേതൽവാദായിരുന്നു. ആയിരുന്നു? MC സേതൽവാദാണ് ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലാസ്സിൽ ഇത് വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ മറക്കണ്ട, അറ്റോർണി ജനറൽ ആർട്ടിക്കിൾ 76 പ്രകാരമാണ് 1950 ജനുവരി 28 അറ്റോർണി ജനറൽ എന്ന പോസ്റ്റ് ആരംഭിച്ചതെന്ന് ഓർത്തു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ലീഗൽ ഓഫീസറാണ്. നിയമസഭാ പാർലമെൻറ്റ് അംഗമല്ല എങ്കിൽ പോലും പാർലമെൻറ്റ് സംസാരിക്കാനും പങ്കെടുക്കാനും എല്ലാം അധികാരമുള്ള ഒരു ഉയർന്ന ലീഗൽ ഓഫീസറാണ്, ലീഗൽ അഡ്വൈസറാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ലീഗൽ അഡ്വൈസറാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഈ അറ്റോർണി ജനറൽ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് MC സേതൽവാദ് എന്ന് പറയുന്നത്. ആദ്യത്തെ മലയാളി എന്ന് പറയുന്ന ആരായിരുന്നു? അറ്റോർണി ജനറൽ ആകുന്ന ആദ്യത്തെ മലയാളി എന്ന് പറയുന്നത് KK വേണുഗോപാലാണ്. 2 ടൈംസ് കഴിഞ്ഞു KK വേണുഗോപാൽ പറയും. പകരമാണ് ഇപ്പോൾ ആരും വന്നത്? ആരാണ്? ആർ വെങ്കിട്ടരമണി. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി എന്ന് മറക്കണ്ട. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആരാണ്? 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? നമുക്കറിയാം 2022 ബുക്കർ പ്രൈസ് ലഭിച്ചത് ആർക്കാണ്? ഷഹാൻ കരുണതിലകെ. ഷഹാൻ കരുണതിലകെ ശ്രീലങ്കയുടെ എഴുത്തുകാരനായ, ശ്രീലങ്കയുടെ വംശജനായ, ലണ്ടനിൽ താമസമാക്കിയ ഇംഗ്ലീഷ് എഴുത്തുകാരനായ ഷഹാൻ കരുണതിലകയ്ക്കാണ് എന്ത് കിട്ടിയത്? ഈ 2022 ബുക്കർ പ്രൈസ് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്നാണ്. ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് എന്ത് കിട്ടിയത്? ഈ വർഷത്തെ ബുക്കർ പ്രൈസ് കിട്ടിയത്. അപ്പോൾ 2022 ബുക്കർ പ്രൈസ് ഓർത്തിക്കുക. ബുക്കർ പ്രൈസ് ഉണ്ട്. അതോടൊപ്പം തന്നെ മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണലും ഉണ്ട്. രണ്ടും ഉണ്ട് കേട്ടോ. മാൻ ബുക്കർ പ്രൈസും ഉണ്ട്, മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണലും ഉണ്ട്. അതിൽ ബുക്കർ പ്രൈസ് ആണ് നമ്മൾ പറയുന്നത്. ബുക്കർ പ്രൈസ് ഈ വർഷം കിട്ടിയത് ഷഹാൻ കരുണതിലകയ്ക്കാണെന്ന് ഓർത്തിക്കുക. അദ്ദേഹത്തിൻ്റെ ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ബുക്കർ പ്രൈസ് കിട്ടിയത്. ഇനി ബുക്കർ പ്രൈസ് കൊടുക്കുന്ന ഓർത്തിക്കുക. ബുക്കർ പ്രൈസ് കൊടുക്കുന്നത് കോമൺവെൽത്ത് രാഷ്ട്രങ്ങളും സിംബാബ്വെ, അയർലൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങളിലെ സിംബാബ്വെ ആൻഡ് അയർലൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സാഹിത്യകൃതികൾക്കാണ് എന്ത് കൊടുക്കുന്നത്? ബുക്കർ പ്രൈസ്, മാൻ ബുക്കർ പ്രൈസ് കൊടുക്കുന്നത്. മാൻ ബുക്കർ പ്രൈസ് ഇൻ്റർനാഷണൽ ഉണ്ട്. മാൻ ബുക്കർ പ്രൈസ് നൽകുന്നത് ഇങ്ങനെയാണ്. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച രാഷ്ട്രങ്ങൾ എന്നാണ് കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ. അപ്പോൾ ആ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളും സിംബാബ്വെ, അയർലൻഡ് തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഇംഗ്ലീഷിൽ എഴുതുന്ന സാഹിത്യകൃതിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബുക്കർ പ്രൈസ് നൽകുന്നത്. ബുക്കർ പ്രൈസ് നൽകുന്നത് ബ്രിട്ടനാണ്, യുണൈറ്റഡ് കിങ്ഡമാണ്. ബുക്കർ പ്രൈസ് നൽകുന്നത് 1969 ബുക്കർ പ്രൈസ് ആരംഭിച്ചത്. ക്ലിയർ ആയില്ലോ. ഇനി ബുക്കർ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാർ ആരൊക്കെ ഉണ്ട്? ഇതിനെ കൂടെ ഒന്ന് പഠിച്ചു നോക്കിയാൽ. ബുക്കർ പ്രൈസ് കിട്ടുന്ന ഇന്ത്യക്കാർ, 1 അരുന്ധതി റോയ് ആണ്. 2 കിരൺ ദേശായിക്കാണ് കിട്ടുന്നത്. അരുന്ധതി റോയ്ക്ക് നമുക്കറിയാലോ 1997 ഏത് കൃതിക്കായിരുന്നു? ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനായിരുന്നു. അത് കഴിഞ്ഞ് 2006 പിന്നീട് നമ്മുടെ കിരൺ ദേശായിക്ക് ദി ഇൻഹെറിറ്റൻസ് ഓഫ് ലോസിന് കിട്ടുന്നത്. ദെൻ 2008 അരവിന്ദ് അടികയ്ക്ക് ഏതാ കിട്ടുന്നത്? അരവിന്ദ് അടിക്ക് ദി വൈറ്റ് ടൈഗർ എന്ന കൃതിക്ക് അരവിന്ദ് അടിക്ക് കിട്ടുന്നു. അതിനു മുന്നേ 2 ഇന്ത്യൻ വംശജർ കിട്ടുന്നു. ഒന്ന് VS നൈപ്പാളിന് 1971 VS നൈപ്പാളിന്. അത് കഴിഞ്ഞാൽ 1981 നമ്മുടെ സൽമാൻ റുഷ്ദി. ഇങ്ങനെ 2 ആളുകൾക്കും കിട്ടുന്നുണ്ട്. VS നൈപ്പാളിന് ഇൻ എ ഫ്രീ സ്റ്റേറ്റ് എന്ന കൃതിക്കും, അതോടൊപ്പം തന്നെ സൽമാൻ റുഷ്ദിക്ക് ഏതാണ് കൃതി? ദി മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന കൃതിക്ക്. അപ്പോൾ ഇങ്ങനെ 5 ആളുകൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് നമ്മൾ പറയുന്നത്? അരുന്ധതി റോയ്, കിരൺ ദേശായി, അരവിന്ദ് അടിക, VS നൈപ്പാൾ ആൻഡ് സൽമാൻ റുഷ്ദി. ഇങ്ങനെ 5 ആളുകൾക്കാണ് ഇന്ത്യയിലേക്ക് ബുക്കർ പ്രൈസ് കിട്ടിയത്. അപ്പോൾ 2022 ബുക്കർ പ്രൈസ് കിട്ടിയ വ്യക്തി ഷഹാൻ കരുണതിലകെ എന്നോർത്തിക്കുക. ശ്രീലങ്കൻ എഴുത്തുകാരനാണ്. ദി 7 മൂൺസ് ഓഫ് മാലി അൽമേഡ എന്ന കൃതിക്കാണ് കിട്ടിയതെന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയിക്കല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഓർക്കുക. 5 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇതാണ്. ആ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിനനുബന്ധ കാര്യങ്ങളും പറഞ്ഞിട്ട് വളരെ വിശദമായിട്ട് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ 9846298093 എന്ന നമ്പറിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും നൽകാവുന്നതാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഷെയർ ചെയ്യുക. ദാറ്റ് മീൻസ് വളരെ വേണ്ടപ്പെട്ട ആളുകൾ പഠനവുമായി പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.